ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികൾക്കിടയിലും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ചൈനീസ് ഭരണാധികാരിയായിട്ടുള്ള ഷീ ജിൻപിങ്ങിനെ കാണാനായിട്ട് നിന്നിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ തീരുവ വർധനവ്, അതുപോലെ തന്നെ ഈ ട്രേഡിലുണ്ടാകുന്ന പ്രതിസന്ധി, ഇതൊക്കെ പരിഹരിക്കാനായിട്ട് തീരുമാനിച്ചു. അത്തരമൊരു നീക്കം നടത്തുക എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് നിലവിൽ പ്രശ്നമില്ലെന്നും താരിഫൊക്കെ കുറച്ചുകൊണ്ട് നിങ്ങളോട് സഹകരിക്കാമെന്നുമുള്ള അനുകൂല നിലപാടെടുക്കുന്നു. ഇത് ചൈനയ്ക്കറിയാം അപകടകരമാണെന്ന്. കൂടാതെ റഷ്യയുമായിട്ട് കാലങ്ങളായിട്ടുള്ള ബന്ധവുമുണ്ട്. ഇപ്പോൾ തന്ത്രപരമായ ഒരു പങ്കാളിത്തവുമായി മുന്നോട്ട് പോകാനായിട്ട് റഷ്യയും ചൈനയും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ പരിധികളില്ലാത്ത സൗഹൃദം എന്ന നിലയിൽ റഷ്യയും ചൈനയും അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. മാത്രമല്ല, ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ചൈന എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. അതായത് തായ്വാനെ കൂടെ തങ്ങളുടെ ഭാഗമാക്കണം. തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭാഗമായി കാണുന്ന ചൈനയെ എല്ലാ വിധത്തിലും പിന്തുണയ്ക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ശരിക്കും റഷ്യ തന്നെയാണ്. പ്രത്യക്ഷമായിട്ട് ആ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ട്രംപ് പരസ്യമായിട്ട് തൈവാനെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എല്ലായ്പ്പോഴും അമേരിക്കയാണ് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷീ ജിൻപിങ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര നിക്ഷേപം വിപുലീകരിക്കണം, വ്യാപാര ബന്ധങ്ങളൊക്കെ വിപുലപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഷീക്ക് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെയുള്ള ഉടമ്പടികൾ അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ അത്ര താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ചൈനയിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിൽ റഷ്യൻ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള മിഖായൽ മിഷുസ്റ്റിനുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഷീ നിർണായകമായ ഒരു പ്രസ്താവന നടത്തി. അപ്പോൾ ഇത്തരം ഐക്യപ്പെടൽ അല്ലെങ്കിൽ ട്രേഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പരസ്പര സൗഹൃദത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബന്ധങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തണമെന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. ഇതിനൊരു ദിവസം മുമ്പാണ് ചൈനീസ് പ്രധാനമന്ത്രിയായ ലീ കിങ്ങുമായിട്ട് മിഷുസ്റ്റിൻ മറ്റൊരു കൂടിക്കാഴ്ച നടത്തിയത്. ഹാങ്ഷോയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിലും റഷ്യൻ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും സുരക്ഷാ താൽപ്പര്യം സംരക്ഷിക്കാൻ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്നുമുള്ളൊരു തീരുമാനമെത്തി. ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾ തുടർച്ചയായിട്ട് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇപ്പം തന്നെ നമുക്കറിയാലോ, അമേരിക്ക എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യയോട് പോലും ആവശ്യപ്പെടുകയാണ്, ചൈനയോട് ആവശ്യപ്പെടുകയാണ്. കാരണം റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കണം, ഉപരോധത്തിൽ പെടുത്തണം. ഈ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുന്ന ഒരു സമയത്ത് തന്നെയാണ് മിഷുസ്റ്റിൻ്റെ വിസിറ്റ് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ആ സമയത്ത് റഷ്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മൂലം ബുദ്ധിമുട്ടുന്ന റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ചൈനയെ ഇത് പ്രേരിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് ട്രംപ് പോയി ഷീ ജിൻപിങ്ങിനെ കാണുന്നത്. അതിനുശേഷമാണ് ഈ മിഷുസ്റ്റിൻ, അതായത് റഷ്യൻ പ്രധാനമന്ത്രി, ചൈനയിലേക്ക് വരുന്നത്. എന്തായാലും ഈ ബന്ധത്തിൻ്റെ പ്രാധാന്യം വളരെയധികം എടുത്തു പറയേണ്ടതാണെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഉയർന്ന തലത്തിലുള്ളതും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ വികസനത്തിൻ്റെ ഗതിയിലേക്കാണ് ചൈന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേ നിലവാരത്തിൽ പോകുന്ന റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം. കാരണം ഒരുപാട് ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പുറത്ത് ചൈനയ്ക്ക് മേൽ വ്യാപാര ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി റഷ്യ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ചൈന കൃത്യമായ മറുപടി പറയുന്നുണ്ട്. റെയർ എർത്സിൻ്റെ വലിയൊരു വിഭാഗം, വലിയൊരു ശതമാനം കയറ്റുമതി ഞങ്ങളുടെ കുത്തക തന്നെയാണ്. അത് പ്യൂരിഫൈ ചെയ്യുന്ന, അതായത് ഖനനം ചെയ്തെടുത്ത് അത് ഉപയോഗയോഗ്യമാക്കുന്ന രീതിയിൽ നവീകരിക്കുന്ന ഉൾപ്പെടെ നടപടികൾ ഞങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കയറ്റുമതി ഞങ്ങളങ്ങ് നിർത്തിവെക്കും. അത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം ഇലക്ട്രിക് വാഹനങ്ങളായിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ AI ബേസ്ഡ് സാധനങ്ങളായിക്കോട്ടെ, ആയുധങ്ങൾ, ഇതിൻ്റെ എല്ലാ ഉൽപ്പാദനത്തിൽ ഈ റെയർ എർത്സ് കിട്ടിയേ പറ്റുള്ളൂ. ഇത് ചൈന നൽകണം. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ഷീ ജിൻപിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്തത്. ഈ കൂടിക്കാഴ്ചയിലൂടെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ റഷ്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മിഷുസ്റ്റിൻ സന്ദർശനത്തിൽ വന്നതോടുകൂടി കാര്യങ്ങൾ വീണ്ടും കീഴ്മേൽ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ചൈനയും തമ്മിലുള്ള ബന്ധം അത് സംരക്ഷിക്കാൻ, ശക്തിപ്പെടുത്താൻ, വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമെടുത്തു. കൂടാതെ ഊർജം, അതുപോലെ കാർഷിക മേഖല, എയ്റോസ്പേസ്, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, ഹരിത വികസനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള പുതിയ ശ്രമങ്ങൾ ആരംഭിക്കാനും തീരുമാനിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ ഒന്ന് അലോസരപ്പെടുത്തുന്നതാണെന്ന് പറയാം. കാരണം ഈ പുടിൻ ഉക്രൈനെ ആക്രമിക്കുന്ന സമയത്തിന് മുമ്പ്, അതായത് 2022 മുമ്പ് ഈ ഷീയുമായിട്ട് ഒപ്പുവെച്ച ചില കരാറുകളുണ്ട്. അതിൽ ഈ പരിധിയില്ലാത്ത പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്ന് അന്ന് പറഞ്ഞതാണ്. ദീർഘകാലത്തേക്കുള്ള തന്ത്രപരമായ ഐക്യവും
ഊട്ടി ഉറപ്പിച്ചതാണ്. പിന്നീട് ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഈ പുടിൻ കടക്കുന്നു, അല്ലെങ്കിൽ റഷ്യ കടക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ. എന്തിന്? മറ്റ് രാജ്യങ്ങൾ റഷ്യയോട് ആയുധം ചോദിച്ചാൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ റഷ്യ മറ്റ് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വ്യാപാരത്തിലും സാങ്കേതിക വിദ്യയിലുമെല്ലാം തന്നെ ചൈനയ്ക്ക് മേലിപ്പോൾ അമേരിക്ക വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. കാരണം നമുക്ക് രണ്ടുപേർ കൂടി മുന്നോട്ട് പോകാം, നിങ്ങളുടെ സാങ്കേതികവിദ്യയും ഞങ്ങളുടെ സാങ്കേതികവിദ്യയും കൂടെ സംയുക്തമായിട്ട് സംയോജിപ്പിച്ച് ഗവേഷണം നടത്തിയൊക്കെ പോകണം. ഇതാണ് അമേരിക്ക ചൈനയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയല്ലോ, അതെല്ലാം ഞങ്ങൾ പിൻവലിക്കും. 155% എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്, ഞങ്ങൾ വളരെ കുറച്ച് കൊണ്ടുവരും, 40% കൊണ്ടുവരും, 50% കൊണ്ടുവരും. ചൈന പക്ഷേ ഇതിനൊന്നും കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. കൂടാതെ റോസ്നെറ്റ്, ലൂക്കോയിൻ തുടങ്ങിയ എണ്ണ കമ്പനികൾക്ക് ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. അതുകൊണ്ടുണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചു. കാരണം അതുകൊണ്ട് വലിയ ലാഭവുമില്ല. ഈ ഉപരോധത്തിൽ ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് ഷീ ജിൻപിങ്ങിന് ട്രംപിനെ താൽക്കാലികമായിട്ടെങ്കിലും ബോധ്യപ്പെടുത്തുകയും വേണം. ഈ വെല്ലുവിളിയെ മറികടക്കണമെന്നാണ് ഇപ്പോൾ റഷ്യ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം. ഇതിനോട് ചൈന യോജിക്കുന്നു. അപ്പോൾ ഇരു രാജ്യങ്ങളും അങ്ങനെ ഒരു സംയുക്ത ശ്രമം നടത്തിയാൽ ട്രംപിൻ്റെ ആ നീക്കവും പൊളിയും. അങ്ങനെ ആഗോളതലത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഈ ട്രേഡിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചൈനയുമായി കൂടുതൽ സഹകരിക്കാനായിട്ട് റഷ്യ അങ്ങ് തീരുമാനിക്കുന്നു. മാത്രമല്ല ഈ കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടി പരസ്പരം സാമ്പത്തിക പിന്തുണ നൽകാനും തീരുമാനിച്ചു. ഇത് വലിയ തിരിച്ചടിയാണ്. ഇപ്പം നമുക്കറിയാം, ഈ അമേരിക്ക ഇന്ത്യയുമായിട്ട് പുതിയ പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നിയന്ത്രിക്കാൻ. ഇന്ത്യയുടെ സഹായം കിട്ടിയേ പറ്റുള്ളൂ. അത്തരത്തിലൊരു നീക്കം ഇവിടെ നടത്തുമ്പോൾ തന്നെയാണ് ചൈനയുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നു, അതായത് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സാങ്കേതിക രംഗത്ത്, വ്യാപാര രംഗത്തൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം, നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരേ സമയം ചൈനയും കൂടെ നിർത്തി ഇപ്പുറത്ത് വശത്ത് ഇന്ത്യയുടെ ചേർന്ന് പിടിച്ച് ചൈനയെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഇരട്ടത്താപ്പാണെന്ന് ചൈനയ്ക്കറിയാം. അതുകൊണ്ടാണ് ഷീ ജിങ് പറയുന്നത്, അതായത് മിഖായൽ മിഷുസ്റ്റിൻ വന്നത് യഥാർത്ഥ സമയത്താണ്, ശരിയായ സമയത്താണ്. നമുക്കതുവഴി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാം. യുദ്ധത്തിനൊക്കെ മുമ്പ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ഐക്യമുണ്ടായിരുന്നു. അത് ഏറെക്കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കമാണ്. എന്തായാലും ഈ നീക്കത്തിനെ തകർക്കാനാണ് ഇപ്പോൾ പുടിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ശ്രമിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ട്രംപ് വന്ന് ഷീ ജിൻപിങ്ങിനെ കാണുന്നു, അവർ തമ്മിൽ ചില ചർച്ചകൾ നടത്തുന്നു. പക്ഷേ അതിനുശേഷവും മോസ്കോയും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട് ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ശ്രമിക്കുകയാണ്. ഇത് അമേരിക്കയെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ ആ ബന്ധം മുന്നോട്ട് പോകുന്നത്. അതിനെ തകർക്കാനും കഴിയില്ല. അപ്പോൾ ആഗോളതലത്തിൽ, അതായത് ഭൗമരാഷ്ട്രീയത്തിൽ റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുന്നു എന്നുള്ള ഒരു പരസ്യമായ നിലപാട് ഇരു രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിക്കുന്നു. ഇത് കൃത്യമായിട്ട് അമേരിക്കയ്ക്കുള്ള മറുപടി തന്നെയാണ്. കാരണം ചൈനയ്ക്കെതിരെ ഇന്ത്യയെ കൂട്ടുപിടിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നു, അമേരിക്ക പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് മറ്റ് ചില നീക്കങ്ങൾ നടത്തുന്നു, ബംഗ്ലാദേശിനെ ഒപ്പം നിർത്തുന്നു. ഇതൊക്കെ തന്നെ ചൈനയും സംശയത്തോടെ കാണുന്നു. മാത്രമല്ല ഷീ ജിൻപിങ്ങും മോദിയും തമ്മിൽ അടുത്ത കാലത്തായിട്ട് നല്ല ബന്ധമായിരുന്നു. അത് ബന്ധം ശക്തിപ്പെടുത്തുന്നതും അതിർത്തിയിൽ പ്രശ്നമൊന്നും ഇല്ലാതാകുന്നു. അങ്ങനെ ചൈന മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധം ദൃഢപ്പെടുത്തുന്നതുകൊണ്ടാണ് പുടിൻ പെട്ടെന്ന് ഷീയെ കാണാനായിട്ട് ചെല്ലുന്നത്, അല്ലെ അവർ തമ്മിലുള്ള മീറ്റിംഗ് നടത്തുന്നത്. ഇത് അപകടമാണെന്ന് ഷീക്കും അറിയാം, റഷ്യയ്ക്കും അറിയാം. അതുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്, ഷീയുമായിട്ട് ചേർന്ന് മുമ്പുണ്ടായിരുന്നതുപോലെ പരസ്പര സൗഹൃദത്തിൽ ഊന്നിയുള്ള വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം. ആധുനിക ലോകത്ത് എന്തൊക്കെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി ചെയ്യണോ അതെല്ലാം ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞ കാർഷിക മേഖല, ആയുധവൽക്കരണം, അതുപോലെ തന്നെ ഹരിത മേഖല തുടങ്ങിയ മേഖലകൾ, പിന്നെ അതുപോലെ തന്നെ ആയുധ നിർമ്മാണത്തിൽ, AI ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ തന്നെ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കും. മാത്രമല്ല ചൈനയുടെ തൈവാൻ നീക്കത്തിന് റഷ്യ പരോക്ഷമായ പിന്തുണയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ചൈന അതിനെ മറികടന്നിട്ട് റഷ്യയുമായിട്ട് കൂടുതൽ യോജിക്കാൻ, സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ ഈ എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെ നിർത്തിവെച്ചത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാനുള്ള നീക്കവും ചൈന നടത്തുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.